ഈ പുണ്യമായ വൈകുണ്ഠം ഗുരുവായൂരപ്പൻ്റെ തൃപാദത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നാമം ജപിക്കുക. പ്രത്യേകമായിട്ട് 460 കൊല്ലം മുമ്പ് നമ്മളെ ഓരോരുത്തരെ പോലെയാണോ വന്നത്, നമ്മളിലേക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരാൾ ഇവിടെ എത്തി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഓരോരുത്തരും പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് എത്തിയ പോലെ തന്നെ അദ്ദേഹം ചില വിഷമങ്ങളെ കൊണ്ടാവും എത്തിയിട്ടുണ്ടാവുക. വന്നപ്പോൾ തന്നെ ഗുരുവായൂരപ്പൻ 2 കൈയും നീട്ടി സ്വീകരിച്ചു ആ മേൽപ്പത്തൂരിനെ. പക്ഷെ അത് അദ്ദേഹത്തിന് മനസ്സിലായത് 100 ദിവസം കഴിഞ്ഞപ്പോഴാണ്. എന്നെ എങ്ങനെ സ്വീകരിച്ചെന്നു അദ്ദേഹം. ആദ്യം ആ കൈ നീട്ടിയത് ഭട്ടതിരി അറിഞ്ഞിട്ടുണ്ടാവില്ല. 100 ദിവസം ആ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഭട്ടതിരി ഗുരുവായൂരപ്പനെ കണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ അത്ഭുത പ്രഭാവങ്ങൾ ഓരോന്നും വർണ്ണിച്ചു. മനസ്സുകൊണ്ട് വർണ്ണിച്ചപ്പോഴാണ് അത് തൂലികയിലൂടെ അത് ശ്ലോകങ്ങളായി എഴുതി വെക്കണമെന്നും കൂടി അദ്ദേഹത്തിനൊന്ന് തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ സഹോദരനെ കൊണ്ട് അത് എഴുതി വെപ്പിച്ചു. അങ്ങനെ എഴുതി വെപ്പിച്ചു. ഓരോ ദിവസവും 10 ശ്ലോകങ്ങൾ അങ്ങനെ എഴുതി ഭഗവാന്റെ അത്യത്ഭുത പ്രഭാവങ്ങൾ അങ്ങനെ ഹൃദയത്തിൽ, അങ്ങനെ ഏത് താമരപ്പൂവാണ് ഭഗവാന്റെ ലീലകളാകുന്ന ഏത് താമരപ്പൂവാണ് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഹൃദയത്തിൽ അങ്ങനെ വിരിഞ്ഞത്, ആ വിരിഞ്ഞ താമരപ്പൂവ് ശ്ലോകങ്ങളായിട്ട് ഭവിച്ചു. അതാണ് ഓരോ ശ്ലോകങ്ങളായിട്ട് ഭവിച്ചു 100 ദിവസമായപ്പോഴേക്കും 1034 ശ്ലോകങ്ങൾ, 1034 താമരപ്പൂക്കൾ ഭഗവാൻ അർച്ചിക്കൽ കഴിഞ്ഞു. ഭട്ടതിരി ഹൃദയമാകുന്ന ആ താമരപ്പൂക്കൾ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം. ആ ബാലനും മുകുന്ദനുമായിട്ടുള്ള മോക്ഷം തന്നെ തരാൻ സാധിക്കുന്ന, തരാൻ കെൽപ്പുള്ള ആ ഗുരുവായൂരപ്പനോട് ഗജേന്ദ്രൻ പണ്ട് അർച്ചിച്ച പോലെ മേൽപ്പത്തൂർ ഭട്ടതിരി ഹൃദയമാകുന്ന താമരപ്പൂക്കൾ അതുകൊണ്ട് രചിച്ചതായ ശ്ലോകങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിച്ചു. ഇല്ലെങ്കിൽ ഭഗവാന്റെ ശിരസിലേക്ക് സമർപ്പിച്ചു. അത് നിർവൃതിയോടുകൂടി സ്വീകരിച്ചു. അതിനി ആൾക്കാർ ലോകത്തിൽ പാടി നടക്കട്ടെ. ഈ 1034 താമരപ്പൂക്കൾ, ഇല്ലെങ്കിൽ ഈ 1034 ശ്ലോകങ്ങളാകുന്ന താമരപ്പൂക്കൾ നിരവധി ആൾക്കാരെങ്ങനെ പാടി ലോകത്തിലങ്ങനെ എൻ്റെ വൈഭവം, ഭഗവാൻ പറയുക ഗുരുവായൂരപ്പൻ, എൻ്റെ വൈഭവം ലോകത്തിലങ്ങനെ പാടാൻ നല്ല ശ്ലോകങ്ങളായി ഭട്ടതിരി. അതുകൊണ്ട് അങ്ങക്ക് അതിനൊരു പ്രത്യുപകാരം ഞാൻ ചെയ്യണമല്ലോ. അങ്ങ് എന്നെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ വൈഭവങ്ങൾ ലോകത്തിൽ അങ്ങോട്ട് പരത്തിവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്തോത്രം അങ്ങ് രചിച്ചതിൻ്റെ ദക്ഷിണയായിട്ട് ഞാൻ അങ്ങയുടെ രോഗം മാറ്റിത്തരാമെന്ന് ഭട്ടതിരിയോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവാം. ആ ഭട്ടതിരി ഗുരുവായൂരപ്പനിൽ നിന്ന് ദക്ഷിണ വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ അത്യത്ഭുതം എന്നല്ലാണ്ട് എന്താ പറയുക. ആ ഒരു നാരായണീയം ഇന്ന് ഇവിടെ ഇരുന്ന് ഇപ്പം ഞങ്ങൾ 2 കൂടി ഇങ്ങനെ മാറി തുടങ്ങും. ഗുരുവായൂരപ്പൻ ഒരാളെയും കൂടി പറഞ്ഞേക്കും. അദ്ദേഹം ഇപ്പം അവിടെ കീഴ്ശാന്തിയാണ്. അവിടെ അദ്ദേഹത്തിനെ കൊണ്ട് വേറെ എന്തോ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഞാൻ പുറത്തൊന്ന് തൊഴുതിട്ട് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ സമ്മതിച്ചില്ല. ഒരാളെ എന്നെ വിളിച്ചിട്ട് അധിയനെ ഉള്ളിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തി വിട്ടു. അപ്പോൾ ആ വരിയിൽ നിൽക്കണവർക്കൊക്കെ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും വിരോധം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ട് സൃഷ്ടിച്ചതാണ്. ഞാനങ്ങനെ ഉള്ളിലേക്ക് കയറി പുറത്ത് പോയി തൊഴുതു പോരണമെന്ന് പറഞ്ഞപ്പോൾ ഉഷപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുമ്പോൾ അതും കൂടി കണ്ടിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് സമയം 6:15 ഇവിടെ എത്തണം എന്ന് ഇരിച്ചത് 6:20 ആക്കി. ഭഗവാൻ തന്നെ ആക്കിയതാണ്. അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചു. ഉഷപൂജ കഴിഞ്ഞ് തൊഴുതിട്ട് എന്നോട് ഇവിടെ വന്നിട്ട് നാരായണീയം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ 3ാമത് ഞങ്ങളിൽ ഒരാളെയും കൂടി
അത് വായിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഭഗവാൻ. അദ്ദേഹത്തിനെ ഭഗവാൻ എപ്പോഴാണ് പറഞ്ഞേക്കണമെന്ന് നിശ്ചയമില്ല. അദ്ദേഹം കൂടി വരുമ്പോൾ ഞങ്ങൾ മാറി മാറി ആ നാരായണീയം പണ്ട് 460 കൊല്ലം മുമ്പ് ഭട്ടതിരിയെ കൊണ്ട് ഉണ്ടാക്കിച്ച ആ നാരായണീയ സ്തോത്രമാകുന്ന താമരമാല അത് സംഗീതാത്മകമായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇത് സമർപ്പിക്കാൻ ഉള്ള അനുഗ്രഹം ഗുരുവായൂരപ്പ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഗത്यै നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. സത്വയ്യൽ തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവദ്ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ്രൂയത്തെ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദാച്ഛാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാസംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം
സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്തസന്തോകമന്ദസിഞ്ചത് സഞ്ചിന്തഗാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവക ജീവഭാജാമിത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവ മദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. നമ്രാണാം സന്നിധത്സേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാംഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രന്തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാൽ ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വഞ്ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര. ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. വിശ്വതേജോകരാണാം തേജസ്സംഹാരി വീര്യം. വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസി ന ക്വാപി തേ സംഗവാർത്താ. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദ സ്വരൂപനായ നിർഗുണനും നിരാകാരനുമായ
ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥത്തിൽ ആകാരമില്ലാത്തവനാണെങ്കിലും തൻ്റെ ഭക്തജനങ്ങളോടുള്ള വാത്സല്യം നിമിത്തമായിട്ട് ഇവിടെയുള്ളവർക്ക് കേൾക്കാനും കാണാനും നിരന്തരം സ്മരിക്കാനും അപ്രകാരത്തിൽ സകല സംസാര ക്ലേശങ്ങളെയും ഇല്ലാതെയാക്കാനും വേണ്ടി ശംഖചക്ര ഗദാപത്മങ്ങളെ ധരിച്ചുകൊണ്ട് അദ്ഭുത ബാലകനായി അന്ന് ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ അവതരിച്ചത് യാതൊരു കരുണാവാരിധിയായ ഭഗവാനാണോ, ആ സ്വയം ബ്രഹ്മം തന്നെയായ കൃഷ്ണൻ ഇന്നിതാ ഈ ഗുരുവായൂരിൽ സകല ലോകരെയും അനുഗ്രഹിക്കാനായി സാക്ഷാത്തായി തന്നെ വിളങ്ങുന്നുവല്ലോ. ഇത് ജനങ്ങളുടെ ഭാഗ്യം തന്നെ. ഹന്ത ഭാഗ്യം ജനാനാം എന്നിങ്ങനെ നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് ഗുരുവായൂരപ്പൻ നമ്മളോട് ചെയ്ത കൃപയുടെ വലിപ്പത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് നിരാകാരമായ നിഷ്കളമായ ബ്രഹ്മത്തിൽ അതൊരു വാരിധി കണക്കെ വർത്തിക്കുകയാണെങ്കിൽ അതിലൊരു കല്ലോലം എന്നതുപോലെയാണ് ഭഗവാൻ ഒരു രൂപത്തെ, ഒരു നാമത്തെ സ്വീകരിക്കുന്നത്. അപ്രകാരത്തിൽ ഉള്ള ഭഗവാൻ പല മായാവിലാസങ്ങളെ കൊണ്ടും ലോകരെയൊക്കെ മോഹിപ്പിക്കുന്നുവല്ലോ എന്ന് വിചാരിച്ച് അങ്ങയുടെ ഈ സൃഷ്ടി എന്നുള്ള കളി ഇത് വളരെ കഷ്ടമാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ മാനുഷദേഹം കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയുടെ സുദുർലഭമായ ഈ ദർശനത്തെ ഇത്രയും സുലഭമായിട്ട് ലഭിക്കുന്നതായ ഈ ഒരു അവസരം നഷ്ടമായി പോയേനെ. അതുകൊണ്ട് ഇന്ന് അത്തരം ധാരണകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജ്ജനങ്ങളാൽ സർവദാ ആശ്രയിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ഈ തിരുരൂപത്തെ മാത്രം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ, മറ്റൊന്നും ആലോചിക്കാതെ കണ്ട് ഗുരുവായൂരപ്പ അങ്ങയെ മാത്രം ഇതാ ആശ്രയിക്കുന്നേൻ. തൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ സ്വഭാവം. അവർ വല്ലതും ചോദിച്ചുവെങ്കിൽ അത് മാത്രം നൽകുന്നവനല്ല ഗുരുവായൂരപ്പൻ. തൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നവർക്ക് അവർ ചോദിക്കാത്തതും നൽകി ഒടുവിൽ തന്നെ തന്നെ നൽകുന്ന മുകുന്ദനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഈ ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടും ചില ജനങ്ങൾക്ക് അഖിലതനായ നിത്യപാരിജാതമായ ഈ ഗുരുവായൂരപ്പനെ വേണ്ട. അവർക്കിപ്പോഴും സ്വർലോകത്തെ കൽപ്പവൃക്ഷത്തെയാണ് മോഹം. ഇതാണ് യഥാർത്ഥത്തിൽ കഷ്ടം. ഭഗവാൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ജ്ഞാനവും വിരക്തിയും ഐശ്വര്യവും വീര്യവും യശസ്സും തേജസ്സും
എല്ലാം ഉൾക്കൊള്ളുന്നതായ ഗുരുവായൂരപ്പ, അങ്ങയുടെ തിരുരൂപത്തെയാണ് ആർക്കും ഓർമ്മ വരിക. അപ്രകാരത്തിൽ ഭഗവാൻ എന്ന വാക്കിന് ഒരർത്ഥമുണ്ടാക്കി തീർക്കുന്ന വിധത്തിലുള്ള ദിവ്യസ്വരൂപത്തോടുകൂടിയ ഭഗവാനെ അങ്ങയെ ഇതാ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണീയം ആരംഭിച്ചത്. ഇനി ഭഗവാന്റെ കേശാദിപാദം അതിസുന്ദരമായ മധുരമുള്ളവയിൽ വച്ച് ഏറ്റവും മധുരമുള്ളതിനേക്കാളും മധുരിമയുള്ള, സുന്ദരങ്ങളായ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിലും സുന്ദരമായിട്ടുള്ള, ആശ്ചര്യമുളവാക്കുന്നവയിൽ വെച്ച് ഏറ്റവും ആശ്ചര്യമുളവാക്കുന്നതായ ഭഗവാന്റെ രൂപത്തെ മേൽപ്പത്തൂര് കീർത്തിക്കുന്നതാണ്. ആ സഗുണസാകാര ബിംബം എത്ര മനോഹരമാണ് എന്ന് നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് അടുത്ത ദശകം. സർവ ഐശ്വര്യങ്ങളുടെയും നിവാസസ്ഥാനമായ ലക്ഷ്മീദേവി പോലും തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ ഉപേക്ഷിച്ച് യാതൊരു ദിവ്യമായ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ ആശ്രയിക്കുന്നുവോ ആ മനോഹരമായ രൂപത്തെ അടുത്ത ദശകത്തിൽ വർണ്ണിക്കും. നാരായണ ഹരേ. സൂര്യസ്പർദ്ധി കിരീടം പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിതശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശംഖാരിപങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചനാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാമൂർത്തിം തവാർത്തിച്ഛിദം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ.
തത്താദൃങ്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാൽ അചാപലബലാച്ചാപല്യവാർത്തോജഭൂത് ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ദസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈः ആനന്ദമൂർച്ഛോദ്ഭവൈः ഏവം ഭൂതതയാ ഹി ഭക്ര്യഭിഹിതോ യോഗ സയോഗദ്വയാൽ കർമ്മജ്ഞാനമയാൽ ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വൽപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി
അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതധരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ.